ലോക പ്രശസ്തമായത് തന്നെ അവിടുത്തെ ഭീകരവാദം കൊണ്ടാണ്. അവിടുത്തെ സർക്കാർ തന്നെയാണ് ഭീകരവാദത്തെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെടുക്കുന്നത്. കൂടെ ആ ജനങ്ങളുടെ സഹകരണവുമാകുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് ആ രാജ്യം ഒന്നടങ്കമാണ്. നമസ്കാരം, എന്റെ പേര് അരുണിമ. പാകിസ്ഥാനിൽ ജനിച്ചുപോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ നമ്മൾ ഉപദ്രവിക്കണം? ഈ തീവ്രവാദികൾ ചെയ്ത ക്രൂരതയ്ക്ക് അവരെ എന്തിനാണ് നമ്മൾ ഇരയാക്കുന്നത്? പഹൽഗാമിലെ സംഭവത്തിന് പിന്നാലെ നമ്മുടെ രാജ്യം സ്വീകരിച്ചത് യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത പല നിർണായക നീക്കങ്ങളാണ്. അതിലെ ഏറ്റവും നിർണായകമായ നടപടിയാണ് സിന്ധു നദീജല കരാർ. ആ കരാറിന് രാജ്യത്തിനകത്ത് നിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുമുണ്ട്, ഞാൻ തുടക്കം പറഞ്ഞതുപോലെ. പക്ഷെ ആ വിമർശനത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അത് ശരിയാണോ? പാകിസ്ഥാനിലെ പാവങ്ങളെ നമ്മൾ ഉപദ്രവിക്കുകയാണോ? ഇതിനുള്ള ഉത്തരം പറയണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ഈ സിന്ധു നദീജല കരാർ എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് ഈ ഉത്തരത്തിലേക്ക് വരാം. പാകിസ്ഥാന് ഇന്ത്യ നൽകി വന്നിരുന്ന സിന്ധു നദീജലം ഇന്ത്യ നിർത്താൻ തീരുമാനിച്ചത് വൻ പ്രതിസന്ധിയാണ് പാകിസ്ഥാന് ഇനി സൃഷ്ടിക്കാൻ പോകുന്നത്. സാമ്പത്തികമായി കനത്ത വെല്ലുവിളി നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത പ്രഹരം തന്നെയാണ്. സിന്ധു നദീജല ഉടമ്പടിയൊന്നും പരിഗണിക്കാതെയുള്ള ഈ തീരുമാനം പാകിസ്ഥാൻ ഭരണകൂടത്തെയും ഞെട്ടിച്ചു കളഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയാണ് ഉന്നതതല യോഗത്തിന് ശേഷം നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയെ പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന വലിയ തീരുമാനമാണിത്. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നത് ഇതുവഴിയാണ്. അതാണ് ഇനി തടസ്സപ്പെടുക. ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാനകത്ത് തന്നെ വലിയ കലാപത്തിന് തന്നെ വഴിയൊരുക്കുന്നതാണ്. പാകിസ്ഥാനിലെ പ്രധാന കാർഷിക മേഖലയാണ് പഞ്ചാബ് എന്നത്. ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നിലച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളെയും ബാധിക്കും. സാമ്പത്തിക വെല്ലുവിളികളിൽ പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഇനി ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായാൽ അത് എന്തായിത്തീരുമെന്ന് നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ. ഇനി നമുക്ക് മനസ്സിലാക്കാം എന്താണ് സിന്ധു നദീജല കരാർ. ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജലപങ്കിടൽ കരാർ. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദീജല കരാർ എന്നത്. സ്വാതന്ത്ര്യാനന്തരം തുടങ്ങിയതാണ് ഈ സിന്ധു നദീജല തർക്കം എന്നത്. പലതവണ ചർച്ച നടത്തിയ ശേഷം 1960 അതൊരു തീരുമാനത്തിലെത്തി. എന്നാൽ ഇന്ന് ഇന്ത്യ നടത്തുന്ന യഥാർത്ഥ സർജിക്കൽ സ്ട്രൈക്കും ഇത് തന്നെയാണ്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് അവസാനം സംസാരിക്കാം. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. 64 വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത്. നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത്. 1948 പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയുമുണ്ടായി. ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ലെന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തുന്നത്. പിന്നാലെ വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നു. ഒടുവിൽ അങ്ങനെ 1960 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചു. ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു. അതേസമയം ഏകദേശം 99 ബില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, ഝലം എന്നിവയുടെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയിരിക്കുന്നത്. സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിന്റെ ഏകദേശം 30% ഇന്ത്യക്കും ബാക്കി 70% പാകിസ്ഥാനുമാണ് ഈ ഉടമ്പടി പ്രകാരം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയായിട്ടും വലിയ വിട്ടുവീഴ്ചയാണ് ഈ കരാർ വഴി നമ്മുടെ രാജ്യം നൽകിയിരുന്നത്. ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനം, ഗതാഗതം, മത്സ്യകൃഷി തുടങ്ങിയ ഉപഭോഗേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ട്. സിന്ധു നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും അവകാശങ്ങളും കടമകളും കരാറിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുമുണ്ട്.
ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാപരമായ കാര്യങ്ങളുമായി നേരിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 അല്ലെങ്കിൽ 48 കാലയളവിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് നദീജലത്തിന്റെ അവകാശങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന തർക്ക വിഷയമായിരുന്നു. എന്നാൽ 1960 ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും നിരവധി സൈനിക സംഘടനകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ജലയുദ്ധത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല. ഇതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതായത് 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2019 പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിരവധി ഭീകരാക്രമണങ്ങൾ ഇന്ത്യ നേരിട്ടിട്ടും അന്നൊന്നും ഈ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരുന്നില്ല. എന്നാൽ കാശ്മീരിന്റെ സ്വപ്ന താഴ്വരയായ പഹൽഗാമിനെ രക്തരൂക്ഷിതമാക്കിയതിന് പിന്നാലെ നയതന്ത്ര ബന്ധത്തിലെ പ്രധാന ഏടായ സിന്ധു നദീജല കരാറാണ് ഇന്ത്യ റദ്ദാക്കാൻ തീരുമാനിക്കുന്നത്. അതെ, ഒരു യുദ്ധകാലത്തും ഇന്ത്യ നടത്താത്ത കരാർ റദ്ദാക്കലാണ് ഇപ്പോൾ 65 വർഷങ്ങൾക്ക് ശേഷം നടന്നിരിക്കുന്നത്. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണിത്. അതെങ്ങനെയാണെന്നാൽ, കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ ഗുണകരമാകുന്ന കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് തോന്നുമെങ്കിലും ഇതിലെ വലിയ ഗുണഭോക്താവ് പാകിസ്ഥാൻ തന്നെയാണ്. മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യയും ബാക്കി വരുന്ന ജലപ്രവാഹത്തിന്റെ 80% പാകിസ്ഥാനുമാണ് സ്വീകരിച്ചു വരുന്നത്. പാകിസ്ഥാനിലെ പ്രത്യേകിച്ചും പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ കൃഷിക്ക് ഈ നദികളിലെ ജലം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ കൃഷിയെ തീർച്ചയായും ബാധിച്ചിരിക്കും. അതായത് പാകിസ്ഥാന് 99 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളവും ഇന്ത്യക്ക് 41 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളവുമാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. പറഞ്ഞല്ലോ, പാകിസ്ഥാന്റെ പ്രധാന ജലസ്രോതസ്സും ഈ 3 നദികൾ തന്നെയാണ്. അവിടുത്തെ 68% പേരും ജലസേചനത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും ഈ വെള്ളമാണ് ഉപയോഗിച്ചു വരുന്നത്. ഉടമ്പടി മരവിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ വൻതോതിൽ ബാധിക്കുമെന്ന് ഉറപ്പുമാണ്. വിളവെടുപ്പ് കുറയുമ്പോൾ സ്വാഭാവികമായും ഭക്ഷ്യക്ഷാമം ഉണ്ടാകും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് കാർഷിക മേഖലയിലെ തിരിച്ചടി ഇരട്ടി പ്രഹരമാകും. ജനങ്ങൾ പട്ടിണിയിലാകുമ്പോൾ മറുപടി പറയേണ്ടി വരിക ആ രാജ്യത്തെ ഭരണകൂടമാണ്. എത്ര ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ അവിടെ ശ്രമിച്ചാലും പരിധി വിടുമ്പോൾ ജനവികാരം സർക്കാരിന് എതിരെ തന്നെയാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നീക്കം യഥാർത്ഥ സർജിക്കൽ സ്ട്രൈക്കായി മാറുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് പോകാം. പാകിസ്ഥാൻ ലോക പ്രശസ്തമായത് തന്നെ അവിടുത്തെ ഭീകരവാദം കൊണ്ടാണ്. അവിടുത്തെ സർക്കാർ തന്നെയാണ് ഭീകരവാദത്തെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയെടുക്കുന്നത്. കൂടെ ആ ജനങ്ങളുടെ സഹകരണവും ആകുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് ആ രാജ്യം ഒന്നടങ്കമാണ്. നാളെ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംഘടന മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ പോയാൽ അതിന്റെ ഫലം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. അയ്യോ, ഞങ്ങൾ അതിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. നമ്മുടെ മൗനം പോലും അവർക്കുള്ള വളമാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് കരുതുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.